ജനുവരി 15 തീബ്സിലെ വിശുദ്ധ പോൾ. ഫസ്റ്റ് ഹെർമിറ്റ് അല്ലെങ്കിൽ പോൾ ദി ആങ്കറൈറ്റ് എന്നറിയപ്പെടുന്ന തീബ്സിലെ പോൾ ആദ്യത്തെ ക്രിസ്ത്യൻ സന്യാസിയായി കണക്കാക്കപ്പെടുന്ന ഒരു ഈജിപ്ഷ്യൻ വിശുദ്ധനാണ്. 16 വയസ്സ് മുതൽ 113 വയസ്സ് വരെ ഈജിപ്തിലെ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് താമസിച്ചതായി അവകാശപ്പെടുന്നു. കത്തോലിക്ക സഭയും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയും അദ്ദേഹത്തെ വിശുദ്ധനായി ആദരിക്കുന്നു. പോൾ ദി ഹെർമിറ്റിനെ വിശുദ്ധ പോൾ അപ്പസ്തോലനുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല. ഏകാന്ത ജീവിതം നയിക്കുന്ന ആദ്യത്തെ വിശുദ്ധനായി പരമ്പരാഗതമായി വിശുദ്ധ പോൾ ദി ഹെർമിറ്റ് കണക്കാക്കപ്പെടുന്നു. ഏകദേശം 228 ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ സമ്പന്നരും കുലീനരുമായ മാതാപിതാക്കളുടെ മകനായി അദ്ദേഹം ജനിച്ചു. ദ ലൈഫ് ഓഫ് സെയിന്റ് പോൾ ദ ഫസ്റ്റ് ഹെർമിറ്റ് ലാറ്റിൻ ഭാഷയിൽ വിശുദ്ധ ജെറോം രചിച്ചതാണ്. 227 ഈജിപ്തിലെ തെബൈഡിലാണ് പോൾ ഓഫ് തീബ്സ് ജനിച്ചത്. പോളിനും വിവാഹിതയായ സഹോദരിക്കും മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. പോളിൻ്റെ അനന്തരാവകാശം ലഭിക്കുന്നതിന് അവൻ്റെ അളിയൻ അവനെ പീഡകർക്ക് ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചു. ജെറോമിൻ്റെ വിറ്റ്യപത്രം പറയുന്നതനുസരിച്ച് AD 250 ഡെസിയസിൻ്റെയും വലേറിയനിസത്തിൻ്റെയും പീഡനത്തിലൂടെ പോൾ യുവാവായിരിക്കെ തീബൻ മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. ഈ മരുഭൂമിയിലെ പർവ്വതങ്ങളിൽ തെളിഞ്ഞ നീരുറവയ്ക്കും ഈന്തപ്പനയ്ക്കും സമീപമുള്ള ഒരു ഗുഹയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അതിൻ്റെ ഇലകൾ അദ്ദേഹത്തിന് വസ്ത്രവും അതിൻ്റെ പഴങ്ങൾ അദ്ദേഹത്തിന് 43 വയസ്സുവരെ ഭക്ഷണവും നൽകി. ഒരു കാക്ക ദിവസവും അരറൊട്ടി കൊണ്ടുവരുവാൻ തുടങ്ങി. ജീവിതകാലം മുഴുവൻ അവൻ ആ ഗുഹയിൽ തന്നെ തുടർന്നു. തീബ്സിലെ പോൾ പിൻഗാമികൾക്ക് അറിയപ്പെടുന്നതിന് കാരണം ഏകദേശം 342 അന്തോണി ദി ഗ്രേറ്റ് പഴയ സന്യാസിയെക്കുറിച്ച് സ്വപ്നത്തിൽ കാണുകയും അവനെ കണ്ടെത്താൻ പോവുകയും ചെയ്തു. മഹാനായ ആൻ്റണിയും പോളും 113 വയസ്സുള്ളപ്പോൾ കണ്ടുമുട്ടിയതായി ജെറോം പറഞ്ഞു. അവർ ഒരു പകലും ഒരു രാത്രിയും പരസ്പരം സംസാരിച്ചു. ബഹുമാനസൂചകമായി ഓരോ വിശുദ്ധനും മറ്റൊരാളെ അനുഗ്രഹിക്കാനും അപ്പം മുറിക്കാനും ക്ഷണിക്കുന്നതായി സിനക്സേറിയം കാണിക്കുന്നു. പോൾ ഒരു വശം പിടിച്ച് മറുവശം ഫാദർ ആൻ്റണിയുടെ കൈകളിൽ വെച്ചു. ഉടൻ തന്നെ അപ്പം നടുവിലൂടെ പൊട്ടി. ഓരോരുത്തരും അവരവരുടെ പങ്കെടുത്തു. ആൻ്റണി അടുത്തതായി അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ പോൾ മരിച്ചിരുന്നു. അലക്സാൻഡ്രിയയിലെ അത്തനാസിയസ് സമ്മാനിച്ച ഒരു കുപ്പായം ആൻ്റണി ധരിപ്പിച്ചു. കുഴിമാടം കുഴിക്കാൻ സഹായിച്ച 2 സിംഹങ്ങൾക്കൊപ്പം അവനെ അടക്കം ചെയ്തു. പനയോല കൊണ്ട് നെയ്ത അങ്കിയും എടുത്ത് ആൻ്റണി ഫാദർ ആശ്രമത്തിലേക്ക് മടങ്ങി. അവൻ ആ വസ്ത്രത്തെ വളരെയധികം ബഹുമാനിച്ചു. വർഷത്തിൽ 2 തവണ മാത്രമേ അത് ധരിച്ചിരുന്നുള്ളൂ, ഈസ്റ്റർ പെരുന്നാളിനും പെന്തോസ്തിനും. ആദ്യ സന്യാസി എന്നാണ് ആൻ്റണി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്.